ഇങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും സ്നേഹിക്കരുത്, ഒഴിവാക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. എപ്പോഴും നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നന്മയും വരാനില്ല. അവർ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നിങ്ങൾ മാറ്റി നിർത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ ഭാവിക്കും നല്ലത്. അറിഞ്ഞിരിക്കുക. 2. നിങ്ങളെ വെച്ച് കാര്യം സാധിക്കുന്നവർ. പല ആളുകളും നിങ്ങളെ സ്നേഹിച്ച് പുറകെ കൂടും, അല്ലെങ്കിൽ സ്നേഹമുണ്ടെന്ന് നടിച്ചുകൊണ്ട് പുറകെ കൂടും. അവരാരും നിങ്ങളെ സ്നേഹിക്കുന്നവരല്ലായിരിക്കും, പക്ഷെ നിങ്ങളെ വെച്ചുകൊണ്ട് കാര്യം സാധിക്കാൻ നടക്കുന്നവരായിരിക്കും. നിങ്ങളുടെ പണം വെച്ചുകൊണ്ടും നിങ്ങളുടെ സ്വാധീനം വെച്ചുകൊണ്ടൊക്കെ അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ നടക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുകയാണെങ്കിൽ അവരെയൊക്കെ ഉപേക്ഷിച്ച് കളിയാണ് നല്ലത്. അവർ നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ സാധിച്ച് നിങ്ങളെ കാലുവാരി അവർ സ്ഥലം വിട്ടിരിക്കും. അവർ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല പുറകെ കൂടുന്നത്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അവസാനം നിങ്ങൾക്ക് ദുഃഖം ഫലമായി തീരും അവരിൽ നിന്ന്. 3. അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കണം എന്ന് വാശി പിടിക്കുന്നവർ. നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവർക്ക് കേൾക്കാൻ സമയമില്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യവും അനുസരിക്കാൻ അവർക്ക് സമയമില്ല. പക്ഷെ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. അവർ എന്ത് പറയുന്നോ അത് നിങ്ങൾ അനുസരിക്കണം. ഇങ്ങനെ വാശി പിടിക്കുന്നവർ, ഇവരെയൊക്കെ ഉപേക്ഷിച്ച് കളയുകയാണ് നല്ലത്. ഇവരെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല. ഇവർ നിങ്ങളെ അവസാനം വിഡ്ഢികളാക്കി പോയിട്ടുണ്ടാവും. അവർ പറയുന്നത് ചെയ്യുന്ന ഒരു ഉപകരണമാക്കി നിങ്ങളെ കാണുകയാണ് അവർ ചെയ്യുന്നത്. അവസാനം അവർ നിങ്ങളെ ഉപേക്ഷിക്കും. ഇത് മനസ്സിലാക്കിയിരിക്കുക. ദുഃഖം ഫലം. 4. നിങ്ങൾക്ക് നന്മ വരുമ്പോൾ അസൂയപ്പെടുന്നവർ. ഇങ്ങനെയുള്ളവരെ ഒരിക്കലും ജീവിതത്തിൽ കൂടെ കൂട്ടരുത്. അവർ നിങ്ങളുടെ നന്മയ്ക്കായിട്ട്, നിങ്ങൾ സന്തോഷത്തിനായി കൂടെ കൂടിയവരല്ല. അവർ വെറുതെ നിങ്ങളുടെ കൂടെ നടക്കുന്നവരാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു നന്മ വരുമ്പോൾ അവർ അസൂയപ്പെടുകയും അതിൽ സന്തോഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയേക്കുക. അതാണ് ഏറ്റവും നല്ലത്. 5. വഞ്ചിക്കുന്നവർ, അല്ലെങ്കിൽ കൂടെ നിന്ന് കാല് വാഴുന്നു എന്ന് തോന്നുന്നവർ. നിങ്ങളുടെ കൂടെയുള്ളവരുടെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ വഞ്ചിക്കുകയാണോ, നിങ്ങളെ കാലുവാരുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തുകയാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അവർ ഈ പ്രവൃത്തികൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ പടുകുഴിയിൽ കൊണ്ടുപോയി ചാടിക്കും. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നല്ലോ വന്നതെന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക, ഒഴിവാക്കി വിടുകയാണ് നല്ലത് നിങ്ങളുടെ ജീവിതത്തിന്. 6. നുണ പറയുന്നവർ. നുണ പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ കൂടെ കൂട്ടരുത്. കാരണം അവർ നിങ്ങൾക്കൊരു പാരയാണ്. ഏതെല്ലാം രീതിയിൽ അവർക്ക് കാര്യങ്ങൾ കാണാൻ വേണ്ടി, നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി അവർ നുണകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരും. പലരെയും നിങ്ങളെയും തമ്മിൽ തെറ്റിക്കും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് നുണ പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ജീവിതത്തിൽ അവർ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കി വയ്ക്കൂ. സന്തോഷകരമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകില്ല. അവരുടെ കൂടെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. പലരിൽ നിന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇവരുടെ സ്വഭാവം കൊണ്ട് നിങ്ങളെയും അവരെയും തമ്മിൽ തെറ്റിക്കാൻ പല കാര്യങ്ങളും ഇവർ ചെയ്തു വയ്ക്കും. അങ്ങനെ പല രീതികളും ഇവർ ഉപയോഗിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയുള്ളവരെ ഉപേക്ഷിച്ച് കളയുകയാണ് ജീവിതത്തിന് ഏറ്റവും നല്ലത്. 7. ജീവിതത്തിൻ്റെ സന്തോഷം കളയുന്നവർ. ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമാണ് എപ്പോഴും കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഉപേക്ഷിച്ച് കളയുകയാണ് നല്ലത്. കാരണം അവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം കളയാൻ വന്നിരിക്കുന്നവരാണ്. സന്തോഷം ലഭിക്കുക എന്നത് വളരെ അനുഗ്രഹമുള്ളൊരു കാര്യമാണ്, ഗുണമുള്ളൊരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ കൂടെ നടക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷവും നന്മയുമാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയെ തള്ളിക്കളയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം ഫലമായി തീരുന്നതാണ്. ഇത് മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ എപ്പോഴും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പല ചതികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ജീവിതത്തെ തകർക്കുന്ന പല വ്യക്തികളുടെ കൂടെ നടക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം മാത്രമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.